സംരക്ഷിക്കൂ, പട്ടയം നൽകി സംരക്ഷിക്കൂ. ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, സിപിഐ സിന്ദാബാദ്, സിപിഐ സിന്ദാബാദ്, താലൂക്ക് വിസ്തരണ സിന്ദാബാദ്. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ കണ്ണോത്ത് മുട്ടച്ചേരൽ പ്രദേശത്ത് എത്രയോ വർഷങ്ങളായി സർക്കാർ ഭൂമിയിൽ കുടിൽ കെട്ടി താമസിക്കുന്ന പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടിട്ടുള്ള അതുപോലെ തന്നെ മറ്റ് വിഭാഗത്തിൽപ്പെട്ടുള്ള ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള ജനങ്ങൾ. നമ്മൾക്കറിയാം, നമ്മുടെ കേരളത്തിൽ മഹത്തായ ഭാരതത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ കേരള സംസ്ഥാനത്ത് 1970 ജനുവരി 1 ജന്മിത്വം പാടെ തുടച്ചു നീക്കപ്പെട്ടു. കുടികിടപ്പുകാർക്ക് അവരുടെ ഭൂമിയുടെ ഉടമാവകാശം നൽകപ്പെട്ട അതിന് തീരുമാനമെടുത്ത നിയമം മൂലം തീരുമാനമെടുത്ത ഒരു ദിനമായിരുന്നു 1970 ജനുവരി 1. ആ ജനുവരി 1 ശേഷം നമ്മുടെ കേരളത്തിന്റെ മുന്നേറ്റം, അഭൂതപൂർവമായിട്ടുള്ള മുന്നേറ്റം. അതുവരെ നമ്മുടെ രാജ്യത്തെ ജന്മിമാർക്കാണ് ഭൂമി, അതിന്റെ ഉടമാവകാശം. അതില് കുടിൽ കെട്ടിയിട്ടുള്ള ആളുകളെ ഏത് സമയത്തും ഒഴിപ്പിക്കാൻ, അതില് പല വർഷങ്ങൾ ഉണ്ടാക്കിയാൽ അത് മുറിച്ചു മാറ്റാൻ, അവിടെ മറ്റ് കൃഷികൾ ചെയ്താൽ ഇത് ജന്മിക്ക് കാഴ്ചവെക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ കേരളത്തിലും നിലനിന്നതാണ്. എന്നാൽ 1970 ജനുവരി 1 സഖാവ് അച്യുത മേനോന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്തെ അന്നത്തെ 10-30 ലക്ഷത്തോളം വരുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമാവകാശം നൽകി. 5 സെന്റ് ഉള്ളവന് 5 സെന്റ്, 10 സെന്റ് ഉള്ളവന് 10 സെന്റ്, 1 ഏക്കർ ഉള്ളവന് 1 ഏക്കർ, 5 ഏക്കർ ഉള്ളവന് 5 ഏക്കർ. ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. ഒരു കുടുംബത്തിന് 12 ഏക്കർ ഭൂമി കൈവശം വെക്കാം. കൂട്ടുകുടുംബത്തിന് 15 ഏക്കർ വരെ ഭൂമി കൈവശം വെക്കാം. അത് കൈവശമുള്ളവർക്ക് അന്ന്. എന്നാൽ നമ്മുടെ ജനസാന്ദ്രത കൂടി വന്നപ്പോ സർക്കാർ അതാത് കാലഘട്ടത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് ഈ സമരത്തിന് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ സൂചിപ്പിച്ചു, 20 വർഷം മുതൽ 5 വർഷം മുമ്പ് വരെ വീട് കെട്ടി താമസിക്കുന്ന പാവപ്പെട്ടവര്, നിങ്ങൾക്കറിയാം, ഇതിലെ ആരെങ്കിലും സമ്പന്നന്മാരില്ല, മറ്റ് ഭൂമികളുള്ളവരല്ല. അവരെ സർക്കാർ ഭൂമി കണ്ടപ്പോ വേറൊരു തലചാലിക്കാൻ ഇടമില്ല, കയറിയിരിക്കാൻ ഒരു സെന്റ് ഭൂമിയില്ല. അങ്ങനെ വന്നപ്പോൾ അവരെ ആ ഭൂമിയിൽ കയറി കുടിൽ കെട്ടി താമസിച്ച് അതിലെ അനുഭവങ്ങൾ ഉണ്ടാക്കി കുടുംബജീവിതം നയിച്ച് മുമ്പോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്യാവശ്യത്തിന് എന്തെല്ലാം വേണം? ഒരു തൊണ്ട് ഭൂമി ഉണ്ടെങ്കിൽ അതൊരു ചെറിയ വീട് വേണം, അവിടെ കുടിവെള്ളം വേണം, അതിന് വൈദ്യുതി വേണം, അവർക്ക് റേഷൻ കാർഡ് വേണം, അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം വേണം. ഇതൊന്നും നേടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ പറയുന്ന 10-25ഓളം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നത്. സത്യം തേടും നിൻമിഴികളിൽ സാഫല്യമായി നിൻ കൈകളിൽ നിന്റെ സ്വപ്നങ്ങളിൽ ജ്വല്ലറി കാഞ്ഞങ്ങാട് 916 പ്യൂരിറ്റി ഗോൾഡ്. ഏഴഴകാർന്ന വധുവിന് പൊന്നഴക് ചാർത്തും 916 സ്വർണ്ണാഭരണങ്ങൾ.
Celebrating 60 years. Deepa Gold, Diamond, Silver. Main Road, Kanangad. Deepa നാടിന്റെ സ്വന്തം ജ്വല്ലറി.